ആടി ഞാൻ ഇവിടെ എത്തിയേ. എവിടെ എന്നാ? മോളെടുത്ത് വേറെ എവിടെ പോവാൻ? പിന്നെ സൂയിക്ക ഇവിടെ പാർക്കല്ലേ? എടി പോത്തെ ആ മോട്ടറില്ലേ അത് ഇന്ന് കിട്ടൂല, നാളെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇവിടെ നിന്ന് ആ മോട്ടർ മാറ്റിക്കൊണ്ടങ്ങ് വരാം കേട്ടാ. പിന്നെ നിൻ്റെ പടകളൊക്കെ അവിടെ എത്തിയാ? ഏത് പട? എടി നിൻ്റെ ചേച്ചിയും പിള്ളേരും. ആ ആ പിന്നെ ആ പിള്ളേരടുത്ത് പ്രത്യേകം പറയണം, ആ വള്ളിപ്പയറിലൊന്നും കയറി പിടിക്കരുത്, അതിനെ ചവിട്ടിയൊന്നും മതിക്കല്ലെന്ന് കേട്ടല്ലേ. അങ്ങനെ വല്ലതും ചെയ്താൽ നാളെ വരുമ്പോൾ എൻ്റെ സ്വഭാവം മാറും കേട്ടല്ല. ആ ഞാൻ മോളെ കൊടുക്കാം. അമ്മ അമ്മ ആ അമ്മ. ആ എന്ത് വിശേഷം? രാവിലെ പറഞ്ഞതൊക്കെ തന്നെ. അമ്മയ്ക്ക് മര്യാദയ്ക്ക് വന്നുകൂടായിരുന്നു അച്ഛൻ്റെ കൂടെ? ആണോ? ശരി ശരി, ഞാൻ വിളിക്കാം അമ്മ. ഞാൻ അച്ഛൻ്റെ കൊടുക്കാം. വേണ്ട കട്ടി കട്ടി ഒന്നും പറയാനൊന്നുമില്ല കട്ടി. ചായ കുടിച്ചാ? ചായ എടുത്ത് കുടിക്ക്. ഓ കുടിക്കല്ലേ അച്ഛാ, ഞാൻ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് വെക്കട്ടെ? ഇല്ലേ കഴിക്കാം. മക്കളെ അതൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരി. ഇരിയടി, അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, ചോദിക്കട്ടെ. എന്തോന്ന് വെച്ചാ? മോളെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അബിയും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അച്ഛൻ വീണ്ടും തുടങ്ങി. ഈ വെറുതെ അല്ല അമ്മ പറഞ്ഞ അച്ഛന് ഭയങ്കര സംശയമാണെന്ന്. അച്ഛൻ്റെ സംശയം ഒന്നും തെറ്റാറില്ല മക്കളെ. ആ എന്നാലേ ഞാനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ല, നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോകുന്നത്. ആണോ? ആ ശരി. ആ രാഹുലല്ലേ, അപ്പൊ എന്തിനാ ഇവിടെ കറങ്ങി കറങ്ങി കിടക്കണത്? അതാ അബിയുടെ ക്ലോസ് ഫ്രണ്ടാ അച്ഛാ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കത്തില്ല, അതാണ് പ്രശ്നം. അവനെ വല്ല ജോലിക്ക് പിടിക്കൂടി. അപ്പോൾ എന്തിനാ ഇവനെ ഇങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ ചേട്ടൻ ഇവനെ ഇല്ലാതാക്കുന്നത്? എൻ്റെ ബലമായ സംശയം ഇവൻ്റെ പൈസ അവൻ തിന്നുന്നുണ്ടോ എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല അച്ഛാ. അബിയുടെ കയ്യിൽ നിന്ന് അവൻ പൈസ മേടിക്കുന്നുണ്ട്, ഒരു 5-10 രൂപ മാത്രമേ മേടിക്കുള്ളൂ, അതിക്കുള്ളിൽ മേടിക്കില്ല അവൻ. മതി, 5-10-50 പ്രാവശ്യം വാങ്ങിച്ച എത്ര രൂപയായി? പാവം അച്ഛാ. എടി നീ അബിയുടെ ഇപ്പോഴത്തെ കോലം ശ്രദ്ധിച്ചാ? അബിയുടെ ഇപ്പോഴത്തെ കോലത്തിന് എന്താ പ്രശ്നം? ഒരു കമ്പ്യൂട്ടർ എഞ്ചിനിൽ നടക്കുന്ന കോലത്തിലാണ് അവൻ നടക്കുന്നത്. താടിയും വളർത്തി ഒരു ഷേപ്പില്ലാതെ. എന്തിങ്ങനെ അച്ഛാ, അത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്. ഒരു സ്റ്റൈലും ഇല്ല മക്കളെ. പൈസ ഉള്ളവനെ ഇല്ലാത്തവനെ കണ്ട അച്ഛന് നന്നായിട്ട് തിരിച്ചറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം അബിയുടെ കയ്യിൽ 5 പൈസ ഇല്ല ഇപ്പം. എൻ്റെ അച്ഛാ, ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഒന്നത്തെ കാര്യം, അവനാണെങ്കിൽ പുറത്ത് പോയി വർക്ക് ചെയ്യണ്ട, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് താടി മെഷീൻ എടുക്കാത്തത്. എൻ്റെ പൊന്നുമക്കളെ, താടി മീശ എടുക്കാത്തതല്ല കാര്യം, ആ വളർത്തുന്ന താടി വെട്ടി ഒതുക്കി നന്നായിട്ട് വെച്ചുകൂടെ? അതാണ് ചോദിച്ചു. ഇപ്പം അച്ഛനെ തന്നെ നോക്ക്. അച്ഛൻ ഒരു കർഷകനാണ്, എന്ത് ഇതായിട്ട് അച്ഛൻ നടക്കണം? എന്തിരിച്ചിരിക്കുന്നത് എന്ത് മക്കളെ? അച്ഛാ, അവന് അതാണ് ഇഷ്ടം. മോളെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അബി ഇപ്പം ദാരിദ്ര്യാവസ്ഥയിലാണ്. എന്തോ എനിക്കറിയില്ല. ആ നിനക്കറിഞ്ഞൂടാ, എന്നും കാണുന്നുണ്ടറിഞ്ഞൂടാ. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ്റെ കണ്ണുണ്ടല്ലോ, എക്സ്ട്രാ കണ്ണാണ്. സ്കാൻ ചെയ്ത് നോക്കും, ഉള്ളവയാര് ഇല്ലാത്തവനാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം കേട്ടാ. ഞാൻ പോണതിന് മുമ്പ് മനസ്സിലാക്കി തരാം. ഞാൻ പോണതിന് മുമ്പ് അവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അതെവിടെ? അവൻ പുറത്തുണ്ട്. അച്ഛൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് അങ്ങോട്ട് വരാം. ശരി. Abhivets Mahi, supported by നിനക്കേ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ റെഡി ആയിട്ടിരുന്നു. എന്ത് ഇന്റർവ്യൂ? അതൊക്കെ ഉണ്ട്, നീ വെയിറ്റ് ചെയ്തില്ലേ. എല്ലാരും കൂടെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കണ. മക്കളെ മക്കളെ പേരെന്തോന്ന്? ചക്കി. ചക്കിയാ? ഒറിജിനൽ പേരെന്തോന്ന്? ഒറിജിനൽ പേര് മേരി. മേരി എന്നാ? ഇതാര്? ആര് നിന്റെ കൂടെ ചോദിക്കുന്നു? ആ അത് ശരി തന്നെ. താടി മീശ ഇല്ലെങ്കിൽ നീയും കൊച്ചു ഒരുപോലെ തന്നെ ഇരിക്കും. എന്റെ ചേച്ചിയുടെ പേരെന്തോന്നു? പാർവതിയാ? പാർവതിക്ക് എങ്ങനെയേ മേരി എന്നുള്ള കൊച്ചു വരും?
അച്ഛനെന്തോ ഒരു സംശയമുള്ള പോലെ. ഏയ് അച്ഛനും ഒരു സംശയമില്ല മക്കളെ. പിന്നെ മക്കളെ നിന്റെ ഒരു 10,000 രൂപ എടുക്കാൻ കാണും. ആ പമ്പ് കാരൻ വിളിച്ചിരുന്നേ, അവനൊരു 10,000 രൂപ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് അച്ഛാ, അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു, അതാണ് പൈസ എടുക്കാൻ പറ്റൂല. അതാണ് എടാ, നീ ഇത് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇതുവരെ അത് ശരിയാക്കിയില്ലേ? ഇല്ലടാ, ശരിയാക്കാൻ പറ്റില്ല. എടാ, ഒരു എമർജൻസി ഒക്കെ വന്ന് എന്തോ ചെയ്യും. കഷ്ടം. ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഒരു 5,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും, ബാക്കി ഞാൻ നാളെ കൊടുക്കാം. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റൂല. ഗൂഗിൾ പേ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് എത്ര നാളായി, എൻ്റെ ഒന്നും വർക്ക് ചെയ്തില്ല. എടാ, നീ ഇന്നലെ പറഞ്ഞ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തില്ല? ഇല്ല. നിർത്ത്. നീ ആരാ അവൻ്റെ പി എ? എല്ലാത്തിനും കയറി ഉത്തരം പറഞ്ഞോണ്ടിരിക്കണ? എല്ലാ കാര്യങ്ങളും അറിയാം എനക്ക്. അപ്പോൾ മോനെ, നിൻ്റെ കയ്യിൽ ഒരു 5,000 രൂപ പോലും എടുക്കാനില്ല. അത് പെട്ടെന്ന് ചോദിച്ചപ്പോഴാ, അത് നാളെയാണോ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നാളെ ആകുമ്പോൾ എൻ്റെ കയ്യിലും ഉണ്ടാവും കേട്ടാ. മക്കളെ, അച്ഛൻ പറഞ്ഞ കാര്യം എന്തായി? ശരിയായില്ലേ? അച്ഛൻ എന്തോ പറഞ്ഞേ? ഒന്നുമില്ല. നീ വീട്ടിൽ പോണില്ലേ? ആ പിന്നെ പോ, പെട്ടെന്ന് വീട് പോ. സമയത്തിന് കാലത്തൊക്കെ വീട്ടിൽ കയറണം കേട്ടാ. ആ പോ. കേട്ടാ, എവിടെ പോണത്? വീട്ടിൽ പോകുന്നെങ്കിൽ കൊച്ചിനാരും കൊണ്ടുപോകും. കൊച്ചിന്ന് ഇവിടെ അച്ഛാ നിൽക്കുന്നേ. അത് ശരിയാവില്ല മക്കളെ. ഇത്രയും ഞാൻ പറയട്ടെ, ഇത്രയും പൊടി പിള്ളേരെ വീട്ടിൽ പിടിച്ച് നിർത്താൻ പാടില്ല. അത് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കേണ്ടതാണ്. ഇത്ര പടാ. അല്ല അച്ഛാ, അവള് ഒന്ന് ഇവിടെ നിൽക്കട്ടെ അച്ഛാ. അത് ശരിയാവില്ല മക്കളെ. രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അത് ശരിയാവും. അല്ല, അമ്മയെ വിളിച്ചപ്പോൾ ഇവിടെ നിർത്താൻ വെച്ചാ പറഞ്ഞു. അവരങ്ങനെയൊക്കെ പറയും മക്കളെ, എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കൊച്ചു പപ്പ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകും? എടുത്തോടാ. ഞാൻ ഇപ്പം എന്തോ ചെയ്യണ്ടോ? ഞാൻ ഇപ്പം എന്തോ ചെയ്യാനാ? എന്താ പറഞ്ഞു? എടാ നിന്റെ ചേച്ചിയുടെ കൊച്ചിനെട്. ചക്കി വാ മക്കള് പോ, മാവൻ്റെ കൂടെ പോ. മക്കള് മാവൻ്റെ കൂടെ പോ. ടാറ്റാ. ശരി പോ. അപ്പോൾ യവൻ്റെയൊക്കെ കയ്യിൽ ആരാണോ എന്തോ കൊച്ചിനെ കൊടുത്തയക്കുന്നത്. ആ അത് ശരിയാ അച്ഛാ. ഓരോ മാരണങ്ങൾ വന്നോളൂ. എന്തോന്ന്? ഒന്നുമില്ല. അതെ, ഈ രാഹുൽ കൊച്ചിനെ എവിടെ കൊണ്ടുവന്നത്? ആന്നാ, അങ്ങനെ പറയില്ലേ. എന്തെങ്കിലും കള്ളം പറയാത്തത്? എപ്പോഴും കള്ളം പറഞ്ഞോണ്ടിരിക്കണേല്ലേ. കുറച്ച് സമാധാനം തടേ. ചക്കി, നിന്നെ കൊണ്ട് ഞാൻ ഇപ്പോൾ എവിടെ പോകാനാണ്? എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ വീട്ടുകാർ എന്നെ കൊല്ലും. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ എൻ്റെ വീട്ടിലൊരു അധികപ്പച്ചാണ്. ഞാനിപ്പോൾ നിന്നെയും കൊണ്ട് എവിടെ പോവാൻ? നീ ഇങ്ങനെ ഒന്നും കാണിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് ആരെങ്കിലും അറിയാമോ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്? എന്തേലും ഒന്ന് പറ, ഇല്ലെങ്കിൽ പെരുവഴിയാണ്. ഏയ് ചക്കി, എന്തേലും ഒന്ന് പറ. അളിയാ, എൻ്റെ പൊന്നളിയാ, ഞാൻ നിൻ്റെ വീടിൻ്റെ അടുത്ത ഊഞ്ഞാലിൻ്റെ അടുത്തുണ്ടാ. എടാ ഒന്നിങ്ങോട്ട് വാടാ. എടാ ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ പോവായി. അളിയാ ഒന്നിങ്ങോട്ട് വാടാ. ആ വാ വാ. അതെ, നമുക്ക് അങ്ങോട്ട് പോവാ. എണീറ്റോ, ചെരുപ്പിട്ടോ. അയ്യോ അയ്യാ, നീ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോ. കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകാനോ? എൻ്റെ ഫോട്ടോ എൻ്റെ ചുമരി ഒട്ടിക്കോ നീ? പിന്നെ എന്ത് ചെയ്യേ? ഇവിടെ കൊച്ചിനെ കൊണ്ട് വീട്ടിലൊന്നും പോകാൻ പറ്റില്ല. നീ വേറെ എന്തെങ്കിലും ചെയ്യും. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കഴിയുമ്പോൾ അടുക്കള കൊണ്ട് കൊച്ചിനെ കൊണ്ട് കേട്ടോ. ഞാൻ അവിടെ നിൽക്കാം. നിൽക്കോടേ. ഞാൻ നിൽക്കാം. ബാക്കെന്നെ അളിയാ. ഇല്ല. അച്ഛൻ ഇങ്ങനെ നിങ്ങൾ എന്താ അല്ല ഉറങ്ങണ്ടേ? മകളെ, നീ എന്ത് ഇവിടെ ഇരിക്കണേ? അച്ഛൻ ഇവിടെ ഒരു പൂച്ച അച്ഛാ. അതങ്ങ് പോട്ട്. നീ വാ, നല്ലൊരു സിനിമ ആണ്. വാ വാ. ആ വാതിലും അടഞ്ഞു.
അച്ഛാ അച്ഛാ ആ ഉറങ്ങണില്ലേ? ഇല്ല മക്കളെ ഉറക്കം പറഞ്ഞില്ല. അച്ഛൻ ഉറക്കം പറഞ്ഞെങ്കിൽ ഉറങ്ങിക്കോ. ഇത് നിങ്ങൾ കിടക്കണോ? എനിക്ക് ഉറക്കം പറഞ്ഞു. ഉറക്കം പറഞ്ഞു. എന്നാ ശരി, അച്ഛനും പോയി കിടക്കാം. അല്ല അച്ഛൻ വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ. വേണ്ട മോളെ, നിങ്ങൾക്ക് ഉറക്കം പറഞ്ഞില്ലേ? ആ എന്നാ ശരി, ഞാൻ കിടക്കാം. ടീ ഓഫ് ചെയ്തോ? ശരി മോളെ. സമയം എത്രയൊക്കെ ആയില്ലേ? എനിക്ക് ഇനി വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാനിവിടെ എവിടെയെങ്കിലും കിടക്കട്ടാ. ഇവിടെ എവിടെയെങ്കിലും കിടക്കേ. എടാ അകത്തേറി കിടന്ന് അവിടെ അച്ഛൻ കാണും. എടി ഞാൻ പിന്നെ എവിടെ പോയി കിടക്കേ? ഇറങ്ങി പോ. എടാ പിന്നെ പുതയ്ക്കാൻ എന്തെങ്കിലും അങ്ങനെ വല്ലതും കാണും. പോയി പുറത്ത് വല്ലതും കാണുന്നു, നീ പോയി നോക്ക്. വെള്ളച്ചൻ തന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവസ്വതി ശിവേ സർവസ്വതി നാരായണേ നമസ്തേ. അച്ഛാ ഓ കാപ്പിയെ കുടിച്ചിട്ട് പോയാ പോരെ അച്ഛാ? ഇല്ല മക്കളെ, അത് പറ്റൂല. രാവിലെ തന്നെ ആ സ്വാമിയെ പോയി കാണണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളച്ചനെ കാണുന്നത്. കണ്ടിട്ട് രക്തം ഛർദ്ദിക്കാത്തത് നമ്മളെ കുടുംബക്കാർ കാരണം ചെയ്ത സുഹൃതം. ചിലപ്പോൾ അച്ഛനെ തോന്നിയതായിരിക്കും. ഇല്ല മക്കളെ, തോന്നിയതല്ല. ഞാൻ ഇതിന് കണ്ട ഉടനെ അവിടെ വിളിച്ചു, സ്വാമിയെ വിളിച്ചു. സ്വാമി ഞാൻ അങ്ങോട്ട് കാര്യം പറയുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഈ കാര്യങ്ങളല്ല. ആ ഓ ജാനിയാണ് ത്രികാല ജ്ഞാനി. അച്ഛൻ സാമ്യ കാണുന്ന മുന്നേ ഡോക്ടറിന് കാണുന്ന നന്നായിരിക്കും. നല്ലപോലെ പനിക്കുന്നുണ്ട്. മക്കളെ ഡോക്ടറെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളച്ചനെ കണ്ട 3 ദിവസം പനിക്കും, അതാണ് കണക്ക്. അല്ലാതെ മരുന്ന് കുടിച്ചിട്ടൊന്നും ഏക്കൂല. അച്ഛാ അച്ഛൻ ഇപ്പൊ പോകണ്ട. അച്ഛൻ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. അച്ഛൻ പോയി കിടന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോവാ. എൻ്റെ പൊന്നു മോളെ പറഞ്ഞില്ലേ 3 ദിവസം കഴിഞ്ഞാലേ മാറുള്ളൂ. അതുമല്ല ഇപ്പം നേരത്തെ പോയി ആ ജോൾസിനെ കണ്ട് ഒരു രക്ഷ എഴുതി കെട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നൊരു കാര്യം ചെയ്യും, ഞാനും കൂടെ വരാം കൂടാ. വേണ്ട വേണ്ട വേണ്ട. എന്ത്? ആ മക്കളെ നീ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ ആക്കി തന്നാൽ മതി. ഞാൻ ആക്കി തരാം. മക്കളെ അതേ മണം ഇവിടെ ഉണ്ട്. ഇപ്പോഴും മണക്കണം എനിക്ക്. വേഴത്തോട് വേഴം, വെള്ളി 8, ശനി 9, ഞായർ 10. എന്തോ പറയുന്നേ? എൻ്റെ പൊന്നു മകളെ 10-ാം ദിവസം അവർ വീണ്ടും തിരിച്ചു വരും. മകൾ 10-ാം ദിവസം ഞായറാഴ്ച രാത്രി വെളിയിലൊന്നും ഇറങ്ങല്ലേ. പിള്ളേരെ കണ്ടാൽ പറത്തിക്കൊണ്ട് മക്കളെ പറത്തിക്കൊണ്ട്. മകളെ പേടിക്കണം മകളെ, പേടിച്ചാലേ നമ്മൾ സൂക്ഷിക്കുള്ളൂ. ഭയം തദൈവ ഭയാനകം ഹോം. വിറയിൽ കൂടി വണ്ടിയുടെ 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 വിറയിൽ കൂടി മക്കളെ. രാവിലെ പോയി നീ ജോത്സ്യനെ പോയി കണ്ട് കാണണം രക്ഷ ഞാൻ വരെ മോട്ടർ ശരിയാക്കി മോട്ടർ വേറെ വാങ്ങിക്കാം നമുക്ക്, അല്ലെങ്കിൽ വേണ്ട ഒരാഴ്ച കഴിഞ്ഞ് വന്ന് എടുക്കാം. മക്കളെ വണ്ടിയുടെ വണ്ടി വിളിക്കാം. ഇല്ല എടി നിന്റെ അച്ഛൻ പോയാ?